ഇനി നമുക്കൊരു വെറൈറ്റി കടലക്കറി ആയാലോ. വെള്ളക്കടലയുടെ ഒരു വെറൈറ്റി ഐറ്റമാണ്. നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന ആ ഒരു രീതിയല്ല, നമ്മൾ തൈരാണ് ഇതിൽ ചേർക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ ഒരു 4-5 മണിക്കൂർ കുതിർത്ത് വെച്ച കടല ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളവും അതുപോലെ തന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇത്ര ഐറ്റം മാത്രമേ ഞാനിതിൽ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു സവാളയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആണെങ്കിൽ അതായാലും ചേർക്കാം. പിന്നെ നമ്മൾ ഇത് പാൻ വെച്ചു, അതിലേക്ക് എണ്ണ ഒഴിച്ചു. നമ്മൾ പിന്നെ ആവശ്യത്തിന് ഇതിലേക്ക് കുറച്ച് ജീരകം ഇട്ടു. നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരുന്നത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പം നിങ്ങൾക്ക് ജീരകം ഇഷ്ടമല്ലെങ്കിൽ ജീരകം ചേർക്കേണ്ട, അതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് പെരുംജീരകം ചേർക്കാം, അതല്ലെങ്കിൽ കടു ചേർക്കാം, എന്ത് വേണമെങ്കിലും ചേർക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക അങ്ങനെയുള്ള ഒന്നും ചേർത്തിട്ടില്ല. അതെല്ലാം നിങ്ങൾക്ക് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം, അതും പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പുളിയില്ലാത്ത തൈര്, അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് മുളക് പൊടി, അതുപോലെ തന്നെ ഞാനിതിലേക്ക് ഈ വെള്ളക്കടല ചന മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഈ ഒരു പാക്കറ്റാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം നമ്മുടെ ചിക്കൻ മസാലയോ ഗരം മസാലയോ എന്ത് വേണമെങ്കിലും, അല്ലെങ്കിൽ വെജിറ്റബിൾ മസാലയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ എല്ലാവരുടെ കയ്യിൽ ഈ ഒരു മസാല കാണണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിരുന്നാൽ മതിയാകും. നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ തൈരൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം. അതിന് ശേഷം നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരുന്ന ആ ഒരു ഇതിലേക്ക് ഇതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് റോസ്റ്റാക്കി എടുക്കുക. പക്ഷേ ഇതിൽ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, അതല്ലെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടായാലും എടുക്കാം. ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കുക. നല്ല പോലെ കുക്കാകുമ്പോൾ നമുക്കിതിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ ഞാൻ ഇതിൻ്റെ ചോല മസാലയാണ് ചേർത്ത് കൊടുത്തത്, അതും കുറച്ച് ചേർത്തുള്ളൂ. പിന്നെ ഞാൻ കുറച്ചൊരു ടേസ്റ്റിനും കൂടി കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്തു. നന്നായിട്ടത് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമ്മളതിലേക്ക് നേരത്തെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു കടലയുണ്ടല്ലോ, കടല കൂടി ചേർത്ത് കൊടുക്കുക. കടല കൂടി ചേർത്തതിന് ശേഷം നിങ്ങൾക്ക് ടേസ്റ്റൊക്കെ നോക്കുക. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒന്ന് മസാല വേണം എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ച് ചിക്കൻ മസാലയും കൂടി കുറച്ചും കൂടി ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഒരു ഇതെല്ലാം കൂടി ഉപ്പും ഇതെല്ലാം ഒന്ന് പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് ഒരു ഇച്ചിരി പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയും കൂടി ചേർത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ട് കുക്കാക്കി എടുക്കുക. ഇത് നന്നായിട്ടൊന്ന് കുക്കായി കുറുകി വരണം. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഈ ഒരു ടൈം മസാലയും ഉപ്പും ഒക്കെ നോക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിതിലേക്ക് കുറച്ച് കസ്തൂരി മേത്തിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബേ ലീഫ് നേരത്തെ ചേർക്കാൻ ഞാൻ മറന്നു പോയതാണ്, അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു ബേ ലീഫും ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് നമ്മൾ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക. മല്ലിയില എന്തായാലും ചേർത്ത് കൊടുക്കുക. മല്ലിയില ഇല്ലെങ്കിൽ മാത്രം കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാവൂ. മല്ലിയില ആയിരിക്കും കുറച്ചൊരു ടേസ്റ്റ്. മല്ലിയിലയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഞാൻ കുറച്ച് നെയ്യും അതുപോലെ തന്നെ എണ്ണയും കൂടി ഒന്ന് താളിച്ച് ജീരകം താളിച്ചൊഴിക്കുന്നുണ്ട്. ജീരകത്തിന് പകരം കടുവായാലും മതി. അത് തന്നെയല്ല, ഈ ഒരു സ്റ്റെപ്പ് വേണമെന്നുമില്ല, ഓപ്ഷണലാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് കൂടാൻ വേണ്ടി ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും എന്തായാലും ഈ ഒരു ഡിഷ് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ട് ഉള്ള ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം.